ഭാര്യയുടെ ഖബറിടത്തിൽ ക്രൂരനായ ഭർത്താവ് കേട്ട ശബ്ദം. ഈ 6 അടി മണ്ണിന്റെ അന്ധകാരത്തിൽ കനത്ത മൺതരികൾക്കിടയിലൂടെ നിന്റെ തേങ്ങലുകൾ ഒരു വിങ്ങലായി എന്നിലേക്ക് അരിച്ചിറങ്ങുന്നു. എന്റെ കല്ലറയ്ക്കൽ തല ചായ്ച്ച് നീ തനിച്ചിരുന്ന് കരയുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇക്ക, ഇന്ന് നിന്റെ കണ്ണുനീരിന് ഇത്രയേറെ ചൂടുണ്ടോ? എന്റെ ജീവിതകാലമത്രയും നീ എനിക്ക് സമ്മാനിച്ച കണ്ണീർ തുള്ളികൾക്കും ഇതേ കയ്പും ഇതേ പൊള്ളലുമായിരുന്നു. പക്ഷേ അന്ന് ആ കണ്ണീര് തുടച്ചു മാറ്റാൻ നിന്റെ വിരലുകൾ ഒരിക്കലും ശ്രമിച്ചില്ല. ഇന്ന് ഈ തണുത്ത മണ്ണിൽ പുഴുക്കൾക്ക് വിരുന്നായി എൻ്റെ ശരീരം അലിഞ്ഞു ചേരുമ്പോൾ നിശബ്ദതയുടെ ഈ പുതിയ ലോകത്തിരുന്ന് ഞാൻ പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർക്കുകയാണ്. നമ്മുടെ വിവാഹ ദിവസം നീ ഓർക്കുന്നുണ്ടോ? പുതുമാരനായി നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്വർഗജീവിതത്തെക്കുറിച്ചുള്ള 1000 വർണ്ണ സ്വപ്നങ്ങളുമായാണ് ഞാൻ നിന്റെ വീടിൻ്റെ പടി കയറി വന്നത്. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ അഭയം അവളുടെ ഭർത്താവാണെന്നും അവൻ്റെ സ്നേഹത്തണലിൽ ശേഷിച്ച കാലം ജീവിക്കാമെന്നും ഞാൻ വിശ്വസിച്ചു. നിങ്ങളിൽ ഉത്തമൻ തൻ്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന പ്രവാചക വചനം നിനക്കറിയാമായിരുന്നില്ലേ? പക്ഷേ നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നീ ഒരു വേട്ടക്കാരനായി മാറുന്നത് ഞാൻ ഭീതിയോടെ നോക്കി നിന്നു. നിന്റെ ആ പഴയ പരുക്കൻ കൈകൾ എൻ്റെ നേരെ ഉയർന്ന ഓരോ നിമിഷവും, നീ നൽകിയ ഓരോ പ്രഹരവും എൻ്റെ ശരീരത്തിലല്ല, മറിച്ച് എൻ്റെ ആത്മാവിലായിരുന്നു ഉണങ്ങാത്ത മുറിവുകൾ തീർത്തത്. എൻ്റെ നിലവിളികൾ പുറത്തെത്താതെ ആ മുറിക്കുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചപ്പോൾ, വേദന കൊണ്ട് ഞാൻ പിടഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് പോലും വിറച്ചിട്ടുണ്ടാകുമെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? എനിക്ക് നൽകിയ ഓരോ മുറിവും നീ ആസ്വദിക്കുമ്പോൾ, നിന്റെ കോപം ഒരു കൊടുങ്കാറ്റായി പെയ്തിറങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഏകാന്തത, അതായിരുന്നു ഏറ്റവും വലിയ വേദന. നിന്റെ കൂടെ ജീവിക്കുമ്പോഴും ഞാനൊരു മരിച്ചവളെ പോലെയായിരുന്നു. ഇന്ന് ഈ ഖബറിനുള്ളിലെ ഏകാന്തത എനിക്ക് പുത്തരിയല്ല. കാരണം നിന്റെ കൂടെയുള്ള നാളുകളിൽ നീ എന്നെ ശീലിപ്പിച്ചത് ഈ ഒറ്റപ്പെടലായിരുന്നു. ഒരു വാക്കുകൊണ്ടുപോലും എന്നെ ആശ്വസിപ്പിക്കാത്ത, സ്നേഹത്തോടെ ഒന്ന് നോക്കാത്ത ആ ദിനങ്ങൾ എനിക്ക് തന്നത് നരകതുല്യമായ വേദനകളായിരുന്നു. ഇന്ന് നീ ഇവിടെ വന്നിരുന്ന് മാപ്പിനായി ഇരക്കുന്നു. പശ്ചാത്താപത്തിൻ്റെ കനലുകൾ നിന്റെ ഉള്ളിലെരിയുന്നത് ഞാൻ കാണുന്നു. പക്ഷേ പ്രിയപ്പെട്ടവനെ, നീ ചെയ്ത ക്രൂരതകൾക്ക് മാപ്പ് നൽകാൻ ഇന്നെനിക്ക് കഴിയില്ല. ഇവിടെ ഓരോ അണുവിനും അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആ വീട്ടിൽ നീ എനിക്ക് തന്നത് കണ്ണീരും കനലുമായിരുന്നു. ഇന്ന് ഖബർ അതിൻ്റെ ഭിത്തികൾ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ ആ പഴയ കൈകളെക്കാൾ എത്രയോ ആശ്വാസം ഈ മണ്ണിനുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മണ്ണ് എന്നെ തിന്നു തീർക്കുമ്പോഴും നിന്റെ വാക്കുകൾ തന്ന വേദനയോളം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ചെയ്ത അക്രമങ്ങൾക്കുള്ള പ്രതിഫലം ഈ ലോകത്ത് നിന്നെ വേട്ടയാടുന്നുണ്ടാകാം. നിന്റെ രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെട്ടതും ഹൃദയത്തിലെ ഈ ഭാരവും നിന്റെ വൈകി വന്ന പശ്ചാത്താപത്തിൻ്റെ ഫലമായിരിക്കാം. പക്ഷേ ഓർക്കുക, മരണം ഒരു വാതിലാണ്. ആ വാതിൽ കടന്ന് നീയും ഒരു ദിവസം ഇവിടേക്ക് വരും. അന്ന് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ നേർക്ക് നേർ നിൽക്കും. എൻ്റെ കണ്ണുനീരിനും നീ ചൊരിയിച്ച എൻ്റെ രക്തത്തിനും നിന്റെ അക്രമങ്ങൾക്കും നീ അവിടെ മറുപടി പറയേണ്ടി വരും. നിന്റെ ഓരോ വാക്കുകളും അന്ന് സാക്ഷി നിൽക്കും. എൻ്റെ ഹൃദയത്തിൽ നീ ബാക്കി വെച്ച ആ വലിയ മുറിവുണങ്ങാൻ ഇനിയുമേറെ കാലമെടുക്കും. ഈ ഏകാന്തതയിൽ ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റുകൾക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. നിന്റെ ഈ വൈകിയ വേളയിലെ തിരിച്ചറിവ് എന്നെ തിരികെ കൊണ്ടുവരില്ലെങ്കിലും നിന്റെ ആഖിറമെങ്കിലും നന്നാക്കാൻ അത് സഹായിച്ചേക്കാം. എൻ്റെ ഖബറിന് മുകളിൽ പെയ്യുന്ന ഈ മഴത്തുള്ളികൾ നിന്റെ കണ്ണീരാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ പ്രിയപ്പെട്ടവനെ, ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് നൽകാത്ത ആ സ്നേഹം ഇപ്പോൾ ഈ കല്ലറയിൽ ചൊരിഞ്ഞിട്ട് എന്ത് കാര്യം? അന്ന് ആ ആയുധം കയ്യിലെടുക്കുമ്പോഴോ ആ വാക്കുകൾ കൊണ്ട് എന്നെ മുറിവേൽപ്പിക്കുമ്പോഴോ അല്പമെങ്കിലും കരുണ നിന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ രണ്ടുപേരും ഈ ദുഃഖത്തിൽ വെന്തുരുകില്ലായിരുന്നു. അന്ന് എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ നീ ഒന്ന് തയ്യാറായിരുന്നുവെങ്കിൽ, നിന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷേ ഇന്ന് നിനക്കിവിടെ വന്നിരുന്ന് കരയേണ്ടി വരുമായിരുന്നില്ല. ഭൂമിയിൽ വെച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച നീതിക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. എൻ്റെ ആയുസ് മുഴുവനും നീ തകർത്തു കളഞ്ഞു. എൻ്റെ ചിരികൾ നീ കവർന്നെടുത്തു.
എന്നിട്ടും അവസാന ശ്വാസം വരെ ഞാനൊരു നല്ല ഭാര്യയായിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നീ എന്നൊരു ഭാണ്ഡത്തെ പോലെ തട്ടിയെറിഞ്ഞു. ഇന്ന് നീ എനിക്ക് നൽകുന്ന ഈ പൂക്കൾക്ക് സുഗന്ധമില്ല, നീ പറയുന്ന മാപ്പിന് ജീവനുമില്ല. പ്രിയപ്പെട്ടവനെ ഓർക്കുക, പെണ്ണിന്റെ ശാപം അള്ളാഹു കേൾക്കാതിരിക്കില്ല. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, നിന്റെ ഹൃദയത്തിലെ ഈ കനൽ മായ്ച്ചു കളയട്ടെ. പക്ഷേ ആ വിധി ദിനം വരെ ഞാൻ ഈ ഏകാന്തതയിൽ നിനക്കായി കാത്തിരിക്കും. അന്ന് കള്ളം പറയാൻ നിന്റെ നാവുകൾക്ക് കഴിയില്ല. നിന്റെ കൈകൾ ഞാൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് സാക്ഷി പറയും. സലാമത്തോടെ നീ മടങ്ങിപ്പോവുക. നിന്റെ ഈ കണ്ണീർ കൊണ്ട് എൻ്റെ ഖബറിലെ മണ്ണ് നനയിക്കേണ്ടതില്ല. ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് നൽകാത്ത സമാധാനം ഇപ്പോൾ ഈ മണ്ണടിഞ്ഞ കോലത്തിൽ നൽകാമെന്ന് നീ കരുതേണ്ട. എൻ്റെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്: എന്തിനായിരുന്നു എന്നോട് ഈ ക്രൂരത കാട്ടിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോഴേക്കും സമയം വൈകിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ആ വിധി ദിനത്തിൽ അള്ളാഹുവിൻ്റെ നീതിപീഠത്തിന് മുന്നിൽ നമുക്ക് കാണാം. അന്നുവരെ നീ ചെയ്ത കർമ്മങ്ങളുടെ ഭാരം നിന്റെ തോളിലുണ്ടാകും.